കൽക്കട്ട ലാസ്റ്റ് ചാമ്പ്യന്മാരാവുന്ന സമയത്ത് അവരുടെ ഹെഡ് കോച്ചിന്റെ പേര് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്നാണ്, ഗൗതം ഗംഭീർ എന്നല്ല. ഗംഭീർ കോച്ചായതും ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് പറയേണ്ടി. ശുഭ്മാൻ ഗില്ല് നമ്പർ 4 കളിക്കൂ എന്ന് നിർബന്ധം ആർക്കാണ്? ഒരു കൂട്ടം ജോക്കേഴ്സ് ആവും തോന്നുന്നു സെലക്ഷൻ കമ്മിറ്റിയിൽ. എന്തൊക്കെ ബഹളമായിരുന്നു. ഓസ്ട്രേലിയൻ മൈൻഡ് സെറ്റ്, ഇന്ത്യൻ ബാസ്ബോള്, അവസാനം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇന്ത്യൻ ടീമിന്റെ സ്ഥിതി. സ്പോർട്സ് കൊണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഭീറിന്റെ ഇന്നത്തെ ഇന്ത്യൻ ടീമിലെ മണ്ടൻ പരിഷ്കാരങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഗ്രേഗ് ചാപ്പലിനെയാണ്. ചേട്ടനെന്ന് തോന്നുന്നു ഇതില്? ഗംഭീർ വളരെ അഗ്രസീവായ ഒരു പ്ലെയറും കുറച്ച് മത്സരങ്ങളിലാണെങ്കിൽ പോലും അഗ്രസീവായ ഒരു ക്യാപ്റ്റനും ആയിരുന്നു. പക്ഷെ ഗംഭീർ ആസ് എ കോച്ച് അതേ അഗ്രഷൻ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യുന്ന പരിഷ്കാരങ്ങളെ മണ്ടൻ പരിഷ്കാരങ്ങളാണ് അശ്വിൻ പറഞ്ഞത്. ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ അതിനെ ഗ്രേഗ് ചാപ്പലുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ചാപ്പലിന്റെ കാലത്ത് അത് ഒരു അനിവാര്യതയായിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യ തുടർച്ചയായിട്ട് ചേസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന ഒരു ടീം. അപ്പം അങ്ങനെ ഒരു ടീമിനെ തുടർച്ചയായി 17-18 മത്സരങ്ങളോ മറ്റോ തുടർച്ചയായിട്ട് ചേസ് ചെയ്ത് ജയിക്കുന്ന ഒരു ടീമാക്കി മാറ്റിയത് ചാപ്പലിന്റെ പരീക്ഷണങ്ങളാണ്. പക്ഷെ ഗംഭീറിന്റെ കൈ കിട്ടിയത് ഒരു ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 3 നിൽക്കുന്ന ഒരു ടെസ്റ്റ് ടീമിനെയാണ്. ആ ടീമിനെ ഗംഭീർ ഇപ്പോൾ പാകിസ്ഥാനേക്കാളും താഴെയുള്ള റാങ്കിൽ എത്തിച്ചിരിക്കുന്നത് അനിവാര്യമായ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. പലതും അനാവശ്യ പരിഷ്കാരങ്ങളായിരുന്നു. ടെസ്റ്റ് പരമ്പര തോറ്റതിന് ശേഷം BCCIയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ്. ഈ ഇന്ത്യൻ ടീം ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഫേസിലാണ്, അപ്പൊ കൺസിസ്റ്റൻസിയാണ് നമുക്ക് കൂടുതൽ നോക്കുന്നത്. ആ ഒരു അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു BCCI പറഞ്ഞു. ഇത്തരം ട്രാൻസിഷൻ സ്റ്റേറ്റുകളിലൂടെ നമ്മൾ മുൻപും പോയിട്ടുള്ളതാണ്. ഗാംഗുലി, ദ്രാവിഡ്, സച്ചിൻ, ലക്ഷ്മൺ, ആ ഒരു യുഗത്തിന് ശേഷവും ഇന്ത്യ ട്രാൻസിഷൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുൻപ് ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾ. പക്ഷെ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ വരുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതൊരു പ്രതിഭകൾ കുറവുള്ള ഒരു രാജ്യം, ഒരു ക്രിക്കറ്റിംഗ് നേഷൻ അല്ല ഇന്ത്യ. അല്ല. അപ്പൊ ഇവിടെ നമ്മൾ രാഹുൽ ദ്രാവിഡോ അതിനുശേഷം ചേതേശ്വർ പൂജാരയോ കൈകാര്യം ചെയ്തിരുന്ന 1 ഡൗൺ പൊസിഷൻ, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ടെസ്റ്റ് ബാറ്റർ എന്നുള്ളൊരു ഇല്ല. അതായത് അവിടെ വരുന്നത് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇവരുടെ 1-ാം നമ്പർ അവിടുത്തെ ചോയ്സ് എന്ന് പറയുന്നത് സായ് സുദർശനാണ്. എന്താണ് ഒരു ടെസ്റ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത? അതൊരിക്കലും ഒരു IPL ടോപ്പ് സ്കോറർ ആവുന്നതോ. സായ് സുദർശൻ ഒരു ടെക്നിക്കലി ബ്രില്യൻ പ്ലെയർ എന്ന കാഴ്ചയിൽ തോന്നുന്നു. എവിടെയാണ് അയാളത് പ്രൂവ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ സായ് സുദർശന്റെ ആവറേജ് എത്രയാണ്? 38 അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ഇപ്പൊ 60-70 ആവറേജ് ഒക്കെ ഉള്ള സർഫറാസ് ഖാനെയോ പോലുള്ള ആളുകൾ പുറത്ത് നിൽക്കുമ്പോഴാണ്. ഈവൻ സർഫറാസ് ഖാൻ ടോപ്പ് ഓർഡർ പ്ലെയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴും അഭിമന്യു ഈശ്വരൻ ഇപ്പൊ ഒരു ഓപ്പണർക്ക് എന്തായാലും ഒരു 1 ഡൗൺ പൊസിഷൻ കളിക്കാൻ പറ്റും. ഇതിന് പിന്നിൽ ഗംഭീറും അഗാഗ്രും മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതിലെ ഒരു പ്രധാന ഘടകം ശുഭ്മാൻ ഗില്ല് നമ്പർ 4 കളിക്കൂ എന്ന് നിർബന്ധം ആർക്കാണ്? ശുഭ്മാൻ ഗില്ല് ഐഡിയൽ നമ്പർ 3 ആണ്. ഇന്ത്യയുടെ ഇന്നുള്ളതിൽ ഇന്ത്യയിലെ ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻ ആണ് ടെസ്റ്റിലെ നമ്പർ 3 ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗില്ലിന് പക്ഷേ 1 ഡൗൺ അവര് കളിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്പർ 4, അതായത് നമ്പർ 4 എന്ന് പറയുന്ന പരമ്പരാഗതമായിട്ട് ടെസ്റ്റ് ടീമിലെ ബെസ്റ്റ് പ്ലെയർ കളിക്കേണ്ട സ്ഥാനമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പണ്ട് തൊട്ടുള്ള ഒരു കൺസെപ്റ്റ്. സച്ചിൻ കളിച്ചു, സച്ചിനെ നമ്പർ 4 ആക്കിയത് അങ്ങനെയാണ്. പിന്നെ കോഹ്ലി വന്നു, കോഹ്ലിയുടെ പിൻഗാമി ഗില്ല. അങ്ങനെ ഒരു പോസ്റ്റർ രാജകുമാരൻ. അതെ, ആ പ്രിൻസ് ഇമേജ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2020 ടീമിലും ഒക്കെ നമ്മളിത് കണ്ടു. അപ്പൊ എന്തിനാണ് ഒരു അനാവശ്യ 1 ഡൗൺ കളിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളുടെ കപ്പാസിറ്റിക്കോ ഇമേജിനോ ഒന്നും ഒരു കുറവില്ല. അത് കാരണം ഒരു ടീമിന് ഉണ്ടാവുന്ന ഇത് ടീമിനെ മൊത്തത്തിൽ അത് ബാധിക്കുന്നുണ്ട്. ഗംഭീറിന്റെ പരിഷ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ഈ ഫസ്റ്റ് ടെസ്റ്റില് വാഷിംഗ്ടൺ സുന്ദറിനെ പിടിച്ച് 1 ഡൗൺ ഇറക്കുകയും പിന്നെ ടെസ്റ്റില് ബാറ്റിംഗ് ഓർഡറിൽ നിന്ന് മാറ്റി നേരെ മുംബൈയിലേക്ക് മാറ്റുകയും, അപ്പൊ ഇങ്ങനെ ഈ മാറ്റി ഇറക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? ഇത് എനിക്ക് തോന്നുന്നു ഈ ഗംഭീറിന്റെ മനസ്സിൽ ഒരു പക്ഷേ ഒരു തരം ഹാങ് ഓവർ കിടക്കുന്നുണ്ടാവും. ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഇന്ത്യക്ക് നല്ല ഓപ്പണർമാരില്ലാതിരുന്ന ഒരു കാലമുണ്ട്. ഗവാസ്കർ യുഗത്തിന് ശേഷം ഗവാസ്കറിനൊപ്പം സ്ഥിരമായിട്ട് ഒരാള് ശ്രീകാന്ത് കുറച്ചാൾ കളിച്ചു, ചിരഞ്ജീവൻ കളിച്ചു. പക്ഷെ എപ്പോഴും ഒരു സ്ഥിരതയില്ല. ഗവാസ്കർ പോയി, പിന്നെ സിദ്ധു, രവിശാസ്ത്രി, അങ്ങനെ ഒരു കാലഘട്ടം. പിന്നെ അങ്ങനെ ഒരു സമയത്ത് ആ ലെവലിൽ ഒരു സ്ഥിരത ഇന്ത്യക്ക് കിട്ടുന്നത് മിഡിൽ ഓർഡറിൽ കളിച്ചുകൊണ്ടിരുന്ന വീരേന്ദ്ര സെഹ്വാഗിനെ ഓപ്പണറാക്കുന്നു, ടെസ്റ്റ് ഓപ്പണറാക്കുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഗതികേട് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. സച്ചിൻ ടെണ്ടുൽക്കർ 1 ഡേയിൽ ഓപ്പണറാകുന്നു. ഇതൊക്കെ ഇന്ത്യക്ക് നല്ല ഇർഫാൻ പത്താനെ ഓപ്പണറും 1 ഡൗണും ഒക്കെ ആക്കി ഇർഫാന്റെ കരിയർ തന്നെ നശിപ്പിച്ചു. പക്ഷെ ഇപ്പൊ ഈ വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കുന്നത് ഗതികേടല്ല. അത്
ബോധപൂർവ്വം നടന്ന പരീക്ഷണമാണ്. ഈ വാഷിംഗ്ടൺ സുന്ദർ ഒരു മോശം പ്ലെയർ അല്ല, പക്ഷെ വൺ ഡൗൺ കളിക്കാൻ അയാൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്, ഇതിനൊക്കെ ബേസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ആണല്ലോ. അല്ല, സ്ഥിരം ഇങ്ങനെ ബാറ്റിംഗ് ഓർഡർ മാറ്റി പരീക്ഷിക്കാൻ ഇത് അല്ല, മാറ്റി പരീക്ഷിക്കുന്ന അയാളെ മുകളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 30 അറൗണ്ട് ആവറേജ് ഉള്ള ഒരാളെ എന്ത് അടിസ്ഥാനത്തിലാണ് അയാളെ നമ്പർ 3 കളിപ്പിക്കുന്നത്? ലോവർ ഓർഡറിൽ അയാൾ വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, ഫസ്റ്റ് ടെസ്റ്റില് മുകളിൽ ഇറങ്ങി, അടുത്ത ടെസ്റ്റ് താഴെ വന്നപ്പോൾ അയാൾ കളിച്ചു. അയാളുടെ കളി അതാണ്. അതായത് ഇപ്പൊ പ്രൈമറിൽ അയാളെ ബോളറായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ ഇവരാരെയും പ്രോപ്പർ ഓൾറൗണ്ടർ ഒന്നും പറയാൻ പറ്റില്ല. ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ ബാറ്ററായിട്ടോ ബോളറായിട്ടോ ടീമിൽ വരാൻ പറ്റുന്നതാണ്. ഇപ്പം ഷെയ്ൻ വാട്സനെ പോലുള്ളവർക്ക് അങ്ങനെ കളിച്ചിട്ടുണ്ട്, ക്രിസ് കെയിൻസ് കളിച്ചിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും ഇഞ്ചുറി കാരണം ബോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ബാറ്ററായിട്ട് ടീം വരും. ഇവരിപ്പോൾ ഇന്ത്യൻ ടീമിലുള്ള ടെസ്റ്റ് ടീമിലുള്ള ആരും ആ കാറ്റഗറി പെടുന്നവരല്ല. ഹാർദിക് പാണ്ഡ്യ ഒഴികെ ഇന്ത്യക്ക് ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ, പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഇല്ല. നിതീഷ് റെഡ്ഡിനെ പറ്റില്ല. നിതീഷ് റെഡ്ഡിയുടെ ബാറ്റിംഗ് ഫസ്റ്റ് ക്ലാസ് ആവറേജ് എന്ന് പറഞ്ഞാൽ 20+, 23 മറ്റുള്ളൂ. ഈ സീരീസിലും നിതീഷ് റെഡ്ഡി കളിച്ചിട്ടില്ല. ബോൾ കൊണ്ടായാലും ബാറ്റ് കൊണ്ടായാലും ഈ ഓൾറൗണ്ടർ ടീമിലെടുക്കുന്നു. മൊത്തം എറിഞ്ഞിരിക്കുന്ന 10 ഓവർ മറ്റാണ്. 10 ഓവറിന്റെ അടുത്ത്. അത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് വിക്കറ്റ് കിട്ടിയില്ല. ഓസ്ട്രേലിയ ഇപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചു എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡം. അല്ലെങ്കിൽ IPL പെർഫോമൻസ് കൊണ്ട് എടുക്കുന്നതാണ് പ്രശ്നം. ഈ നിതീഷ് റെഡ്ഡിയുടെയും ഹർഷിത് റാണയുടെയും ഒക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ അവിടെയാണ്. ഇന്ത്യൻ ടീമിൽ ഇപ്പൊ ഈ ഗംഭീറിന്റെ പരിഷ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ ഇതുപോലെ അഗ്രസീവ് അപ്രോച്ചാണ് പുള്ളി റെഡ് ബോൾ ക്രിക്കറ്റിലും കൊണ്ടുവരാനായിട്ട് പരീക്ഷണം. അപ്പൊ അത് എത്രത്തോളം ടീമിന് ഗുണം ചെയ്യുന്ന തോന്നുന്നു? അഗ്രസീവ് അപ്രോച്ച് എന്ന് ഒറ്റ എക്സാമ്പിൾ പറയാം. യശസ്വി ജയ്സ്വാൾ ഇന്ത്യൻ ടീമിന് വരുന്ന സമയത്തുള്ള സ്ട്രൈക്ക് റേറ്റും ഇപ്പോഴത്തെ സ്ട്രൈക്ക് റേറ്റ്, ഒരു കഴിഞ്ഞ 2-3 സീരീസിലുള്ള സ്ട്രൈക്ക് റേറ്റോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ ടെസ്റ്റില് ഫസ്റ്റാണോ സെക്കൻഡാണോ നീ ഓർക്കുന്നില്ല, ജയ്സ്വാൾ ആദ്യത്തെ റൺസ് എടുക്കുന്നത് 22ാമത്തെ ബോളിലാണ്. ആദ്യത്തെ 5 ബോളിൽ 1-2 ബൗണ്ടറി അടിച്ച് വൺ ഡേ സ്റ്റൈലിൽ ടെസ്റ്റ് കളിച്ചിരുന്ന ജയ്സ്വാൾ ഇപ്പോൾ ഇങ്ങനെ ആയത് ഒരിക്കലും ഒരു അഗ്രസീവ് അപ്രോച്ചിന്റെ ഭാഗമല്ല. ആൾക്ക് ഒരു സ്പിന്ന് കളിക്കാനുള്ള ഒരു ടഫ്നെസ് ആയിരിക്കും. പിന്നെ ഒരിക്കലും ഒരു ഓപ്പണർക്ക് പ്രശ്നം പറ്റില്ല. എങ്ങനെ ടെസ്റ്റില് 10-15 ഓവർ ആദ്യം ബാക്കിയുള്ള എല്ലാ ബാറ്റ്സ്മാൻമാരും സ്ട്രഗിൾ ചെയ്തപ്പോൾ ജയ്സ്വാൾ മാത്രമേ കളിച്ചുള്ളൂ. ജയ്സ്വാൾ കളിച്ചു. പക്ഷെ ജയ്സ്വാൾ നമ്മൾ മുമ്പ് ഇതുവരെ കണ്ടിരുന്ന ജയ്സ്വാളിനെ അല്ല ഇപ്പോഴത്തെ പരമ്പര. ജയ്സ്വാളിനെ കാണുമ്പോൾ തന്നെ എതിർ ബോളർമാർക്ക് ഇപ്പോ 2020 അഭിഷേക് ശർമ്മയെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ആ ജയ്സ്വാളിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കളഞ്ഞു. അത് ടീമിന്റെ അറ്റ്മോസ്ഫിയർ ആണോ അല്ലെങ്കിൽ തിങ്ക് ടാങ്കിന്റെ നിർദ്ദേശമാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ജയ്സ്വാളിന്റെ പഴയ ജയ്സ്വാൾ അല്ല ഇപ്പൊ കാണുന്നത്. അപ്പൊ അത് അഗ്രസീവ് സ്റ്റൈൽ അല്ല എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ജയ്സ്വാളിന്റെ ചേഞ്ച്. ഈ ഇംഗ്ലണ്ടില് ടീമില് കാണുന്ന പോലെ ഈ എല്ലാ താരങ്ങളും ഓൾറൗണ്ടേഴ്സ് ആവണമെന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിലും ഗംഭീർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു ചേട്ടൻ? എല്ലാവരും ഓൾറൗണ്ടേഴ്സ് ആവുന്നത് നല്ലതാണ്, പക്ഷേ അതിനൊരു നാച്ചുറൽ ടാലന്റ് വേണം. അല്ലാതെ ഒരു ബോളറെ സെലക്ട് ചെയ്യാൻ അയാളുടെ ബാറ്റിംഗ് എബിലിറ്റി മാനദണ്ഡമാവുന്നത് ടീമിന് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഈ യുസ്വേന്ദ്ര ചഹലിനെ പോലെ ഒരു വേൾഡ് ക്ലാസ് ബൗളറെ നശിപ്പിച്ച് കളഞ്ഞത് ഇന്ത്യയുടെ പോളിസി. അത് ഗംഭീറിന് മുന്നേ തുടങ്ങിയ പോളിസിയാണ്. ബാറ്റ് ചെയ്യുന്നതാണ് ഒരു ബോളറുടെ മാനദണ്ഡമെങ്കിൽ ഇപ്പൊ കുൽദീപ് യാദവ് പല മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അക്ഷർ പട്ടേലിനെ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ കുറച്ച് ആളുകളായിട്ട് ഇങ്ങനെ ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതെ, കുറെ ഫോർമുല. ഇപ്പൊ നമ്മൾ ഈ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, 10 ഫൈറ്റ് 2 സ്റ്റണ്ട് ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞാല് ഇത് പിന്നെ 3 ലെഫ്റ്റ് ഹാൻഡർ 3 റൈറ്റ് ഹാൻഡർ അത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ. ഇന്ത്യയിൽ പ്രതിഭ ധാരാളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോഴും അത് ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിൽ മാത്രമാണ്. അല്ലാതെ ഇന്ത്യക്ക് ഇപ്പൊ എടുത്ത് നോക്കിക്കോ, ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാതെ നീതികേടാണെന്ന് പറയുന്ന ഏതെങ്കിലും ബോളർ പുറത്ത് നിൽക്കുന്നുണ്ടോ? ഒരു ഓൾറൗണ്ടർ പിന്നെ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഇല്ല. പാണ്ഡ്യയെ പോലെ അപൂർവ ജനുസാണ്. ഈ പറഞ്ഞ പാക്കേജിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ. ഈ ലെഫ്റ്റ് ഹാൻഡറും റൈറ്റ് ഹാൻഡറും തന്നെ എപ്പോഴും ടീം പിന്നെ ക്രീസിൽ ഉണ്ടാവണം. കുറച്ചാളായിട്ട്. പക്ഷെ ഈ സഞ്ജു സാംസനെ പോലുള്ള ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ നിന്ന് പുറത്താവാൻ ഒരു റീസൺ അതുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ബാറ്റർമാര് ക്രീസിലുണ്ടെങ്കിൽ എതിർ ബോളർമാർക്കോ ഫീൽഡർമാർക്കോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ശരിയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ബെസ്റ്റ് ബാറ്റർ എടുക്കുന്നതിന് പകരം ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് മാത്രം ഒരാൾ ടീം വരുന്നത് നീതീകരിക്കാൻ പറ്റില്ല. അതെ, ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ടോപ്പിലൊക്കെ നിന്ന സമയത്ത് ഇന്ത്യ ഈ ലെഫ്റ്റും റൈറ്റും വെച്ചിട്ടൊന്നുമില്ല കളിച്ചത്. അന്ന് എത്ര ലെഫ്റ്റ് ഹാൻഡർമാരുണ്ട് ടീമിൽ? ഗാംഗുലി ഉണ്ട്. ഇടയ്ക്ക് ഗംഭീർ ഉള്ളപ്പോൾ ഗംഭീർ ഉണ്ടാവും.
അല്ലാതെ ബാക്കി സച്ചിനും ലക്ഷ്മണും ദ്രാവിഡും സെവാഗും ഇന്ത്യയുടെ മെയിൻ ബാറ്റേഴ്സ് എല്ലാം റൈറ്റ് ഹാൻഡർ. അന്ന് ഈ പോളിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പകുതി പേരും പുറത്തിരിക്കില്ല. ഈ ഗംഭീർ എറയിലേക്ക് വരുമ്പോ 19 ടെസ്റ്റിലാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത്. അതില് 10 തോക്കുകയും ചെയ്തു, 7 ജയിച്ചു. അപ്പൊ ഇതിനു മുമ്പ് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആയിരുന്നു രവിശാസ്ത്രി. രവിശാസ്ത്രി കോച്ച് ആയിരുന്ന സമയത്ത് ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ പീക്കിലായിരുന്നു. അപ്പൊ ഈ ഗംഭീർ എറ ഇത്ര മോശം അവസ്ഥയിൽ ഇതുവരെ ഇന്ത്യ വന്നിട്ടില്ല. സൗത്ത് ആഫ്രിക്ക ആയിട്ടും തോറ്റു, ന്യൂസിലൻഡ് ആയിട്ടും ഹോമില് തോറ്റു. അപ്പൊ ഇതുപോലത്തെ ഒരു ഇത്രക്ക് ദുരന്തമായൊരു തുടക്കം തൊട്ട് ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശൈശവാവസ്ഥ പോലും നേരിടാത്തൊരു. അപ്പൊ ഇത് ഇത്ര ദുരന്തമായ ഒരു ഹെഡ് കോച്ച് വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈ ഹെഡ് കോച്ച് എന്ന് വെച്ചാൽ ഈ മോഡേൺ ക്രിക്കറ്റിലെ ഹെഡ് കോച്ച് എന്താണെന്ന് രവിശാസ്ത്രിനെ ഒരിക്കലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എങ്ങനെ ബാറ്റ് ചെയ്യണം, എങ്ങനെ സ്റ്റാൻസ് എടുക്കണം, ഗ്രിപ്പ് ചെയ്യണം, ഇതൊന്നും അല്ല. അവർ ഹെഡ് കോച്ച് എന്ന് വെച്ചാൽ ഒരു മാനേജറാണ്. സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ടാവും. അല്ലാതെ ഇവരുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കാൻ ബാറ്റിംഗ് കോച്ചും ബോളിംഗ് കോച്ചും ഫീൽഡിംഗ് കോച്ചും എല്ലാം വേറെ വേറെ സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗംഭീറിനെ സംബന്ധിച്ച് പാളിച്ച പറ്റുന്നതും ഇക്കാര്യത്തിലാണ്. മാനേജർ എന്ന നിലയിൽ ഗംഭീറിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. പക്ഷെ സ്ട്രാറ്റജിയിൽ പ്രശ്നങ്ങൾ വരുന്നു. പക്ഷെ ഇത്ര നമ്മള് ഇത് ഗംഭീറിനെ ഇത് പറയുന്നില്ലെങ്കിലും ഇപ്പൊ 2 തവണ നമ്മൾ ഹോമിലാണ് തോറ്റത്. ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യ ഇങ്ങനെ തോറ്റിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഈ ഗംഭീറിനെ മാത്രമായിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഗംഭീർ ആവശ്യപ്പെടുന്ന ടീമിനെ കൊടുക്കുന്നത് ആരാണ്? അജിത് സെലക്ഷൻ കമ്മിറ്റിയും ഒരുപോലെ അഗാർക്കറും ഗംഭീറും ഒരു ടീമായിട്ടാണ് ഈ ടീമിനെ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ജോക്കേഴ്സ് ആണെന്ന് തോന്നുന്നു സെലക്ഷൻ മൊഹീന്ദ്ര പറഞ്ഞതാണ് ബെഞ്ച് ഓഫ് ജോക്കേഴ്സ്. ഇപ്പൊ അത് ഈ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് അത് കുറെയൊക്കെ ശരിയായി വരുന്നുണ്ട്. പക്ഷേ ലിമിറ്റഡ് ഓവേഴ്സിൽ ഗംഭീറിന്റെ സംഭാവന നമുക്ക് വിലകുറച്ച് കാണാനും പറ്റില്ല. ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിത്തന്ന കോച്ചാണ്. അതൊരു ചെറിയ കാര്യമല്ല. അവിടെ ഈ പറഞ്ഞ ഓൾറൗണ്ടർ ലെഫ്റ്റ് റൈറ്റ് സ്ട്രാറ്റജി ഒക്കെ വർക്കായിട്ടുണ്ട്. മാത്രമാണ് അത് വർക്കാവാത്തത്. അതെ, അതായത് മറ്റേ ഇപ്പൊ IPL ബേസ് ചെയ്തോ 2020 ബേസ് ചെയ്തോ ടെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യും. ആ സ്ട്രാറ്റജി ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ടെസ്റ്റിൽ ഇത് പാളിപ്പോകുന്നത്. സ്പെഷ്യലിസ്റ്റുകൾ വേണ്ടിടത്ത് സ്പെഷ്യലിസ്റ്റുകൾ തന്നെ കളിക്കണം. ഈ 2016 to 19 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ സ്പിന്നേഴ്സിനെതിരെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ബാറ്റിംഗ് ആവറേജ് 50-ന് മുകളിലായിരുന്നു. ഗംഭീർ എറയിലേക്ക് വരുമ്പോൾ അത് 20-ന് താഴെ 20 ആ റേഞ്ചിലേക്ക് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്പിന്ന് കളിക്കാനായിട്ട് ഇന്ത്യ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് പൂർണ്ണമായിട്ടും ഒരു കോച്ചിനെയോ സെലക്ഷൻ കമ്മിറ്റിയോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യയിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ക്വാളിറ്റി സ്പിന്നേഴ്സ് വേണം. അപ്പം ഒരു സീസണിൽ 40, 60, 70 വിക്കറ്റ് എടുക്കുന്ന സ്പിന്നേഴ്സ് ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും കുംബ്ലയുടെയോ ഹർഭജന്റെയോ അല്ലെങ്കിൽ ഈവൻ കുൽദീപിന്റെ നിലവാരമുള്ളവരൊന്നും അല്ല അവിടെ എറിയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യൻ ബാറ്റർമാർക്ക് പേസ് ബൗളിങ്ങിനെ നേരിടാൻ കൂടുതൽ ശേഷി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പേസ് ബൗളിംഗ് വിക്കറ്റുകൾ ഒരുപാട് ഉണ്ടാക്കുന്നു. ഈ ഫ്ലാറ്റ് ട്രാക്കിലാണ് മാർക്കോ ജോൺസൺ ഇത്ര 6 വിക്കറ്റ്. പക്ഷെ ഇന്ത്യ പേസ് ബൗളേഴ്സിനെ നേരിടുന്നതിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇംഗ്ലണ്ടിലൊക്കെ പോയി കളിച്ചു. ഇപ്പൊ ഇവിടെ ആയാലും ജാൻസൺ കളിച്ചു എന്നുള്ളത് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് തൽക്കാലം വേണമെങ്കിൽ കാണാം. പക്ഷെ ഇന്ത്യ അക്കാര്യത്തിൽ ഇമ്പ്രൂവ് ആകുമ്പോൾ മറുവശത്ത് ഇന്ത്യയിലെ സ്പിന്നർമാർ, ക്വാളിറ്റി സ്പിന്നർമാർ കുറയുന്നു. ഒരു കാലത്ത് ഇന്ത്യയില് ഈ സ്പിൻ എന്ന് പറഞ്ഞ സ്പിൻ ട്രാക്കിൽ കളിക്കാൻ ഇന്ത്യ ഭയങ്കര ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ഓറ ഉണ്ടായിരുന്നു. നല്ല സ്പിന്നർമാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇവരെ നേരിട്ടിട്ട് ഇവിടുത്തെ ബാറ്റർമാർക്ക് കൃത്യമായിട്ട് അവരെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നും അറിയാമായിരുന്നു. പക്ഷെ ഷെയ്ൻ വോണിനോ മുത്തയ്യ മുരളി തന്നെ പോലും ഒരു പരിധി കൂടുതലൊന്നും ഇവിടെ ഒരു സമയത്ത് ഇതുപോലെ സ്റ്റീവ് സ്മിത്തോ ഡേവിഡ് വാർണോ ആയിരുന്നു തോന്നുന്നു ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് സീരീസ് ജയിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് ഫോർട്ടെന്നോ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് സിദ്ധാൻഷു കോട്ടക്ക് ഗംഭീറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? അതൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ നടന്ന ഒരു പ്രതികരണം പോലെ തോന്നുള്ളൂ. കാരണം ഇത് ഗംഭീർ കളി നോക്കുമ്പോൾ വിമർശിക്കുന്നതൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ധാരാളം പണ്ടില് കളിക്കാരുടെ വീടിന് കല്ലെറിയുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഗംഭീർ കോച്ചായതും ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരില്ല. ഗംഭീർ എന്ത് ക്രെഡിബിലിറ്റിയുടെ പുറത്താണ്, എന്ത് ക്വാളിഫിക്കേഷനിലാണ് ഇന്ത്യയുടെ കോച്ചാകുന്നത്? അതിന് മുന്നേ എന്ത് കോച്ചിങ് എക്സ്പീരിയൻസ് ഗംഭീർ ഒരു IPL ടീമിന്റെ ഒരു വിജയത്തിൽ മുക്ക് പങ്കുവച്ച ഒരാളെന്ന് പറയാൻ പറ്റും. കൽക്കട്ട ചാമ്പ്യന്മാരായ കാര്യമാണെങ്കിൽ ലാസ്റ്റ് IPL കൽക്കട്ട ലാസ്റ്റ് ചാമ്പ്യന്മാരാവുന്ന സമയത്ത് അവരുടെ ഹെഡ് കോച്ചിന്റെ പേര് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്നാണ്, ഗൗതം ഗംഭീർ എന്നല്ല. ഗംഭീറിനാണ് അതിന്റെ ക്രെഡിറ്റ് കിട്ടിയത്. അത് വേണമെങ്കിൽ ഒരു കാവ്യനീതി എന്നൊക്കെ പറയാവുന്ന. പണ്ട് ഗംഭീർ എപ്പോഴും പരാതി പറയായിരുന്നു, ഇന്ത്യയുടെ 2011 വേൾഡ് കപ്പ് നേട്ടത്തിന്റെ ക്രെഡിറ്റ് മൊത്തം ധോണി കൊണ്ടുപോയി, എനിക്കൊന്നും കിട്ടിയില്ല. അതുപോലെ ഇപ്പൊ പണ്ഡിറ്റിന്റെ ക്രെഡിറ്റ് ഗംഭീർ കൊണ്ടുപോയെന്നല്ലാതെ
ഗംഭീറിന് പൂർണ്ണമായിട്ട് അവകാശപ്പെടാവുന്നൊരു ക്രെഡിറ്റ് അല്ല. കോച്ച് വേറെ, മെന്റർ വേറെ. അപ്പോൾ അത് പിന്നെ BJP MP ആയിരുന്ന ഒരാളെ ജയ്ഷ ഇവിടെ വിളിച്ച് ഇന്ത്യൻ ടീമിന്റെ കോച്ചാക്കിന്ന് അങ്ങനെ ആരംഭിച്ചുകൂടി. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അജണ്ട ഉണ്ടാവും. അല്ലെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം. ടീമിന് റിസൾട്ട് വേണം. അതായത് മുകളിൽ നിന്ന് ഒരു ടീമിനെ പാകിസ്ഥാനെ വരെ താഴെ കൊണ്ടിട്ടിട്ട് ആരും വിമർശിക്കാൻ പാടില്ലെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇന്ത്യക്ക് ഇനി ഉടനെ ടെസ്റ്റ് പരമ്പരയൊന്നുമില്ല. ഇനി വരാനിരിക്കുന്ന 2020 ലോകകപ്പാണ്. അതിലും ഇന്ത്യയുടെ പ്രകടനം മോശമായാൽ ഒരുപക്ഷെ ഗംഭീറിന് പിടിച്ചു നിൽക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. സ്പോർട്സ് ഓണിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.